ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ 3-4 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ഒളിമ്പിയാക്കോസിനെ പരാജയപ്പെടുത്തിയത്. ആ 4 ഗോളുകളും നേടിയത് മറ്റാരുമല്ല, കിലിയൻ എംബപ്പയാണ്. 7 മിനിറ്റിനുള്ളിൽ ഹാട്രിക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് 22, 24, 29 മിനിറ്റുകളിലാണ് അദ്ദേഹം ഗോളുകൾ നേടിയത്. പിന്നീട് 60-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടിക്കൊണ്ട് 4 ഗോൾ നേട്ടം പൂർത്തിയാക്കാൻ എംബപ്പയ്ക്ക് സാധിക്കുകയായിരുന്നു. വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ 2 അസിസ്റ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു കണക്ക് ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് UCL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള താരങ്ങൾ അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയുമാണ്. രണ്ടുപേരും 1-ാം സ്ഥാനം പങ്കിടുകയാണ്. 8 വീതം ഹാട്രിക്കുകളാണ് 2 താരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. 6 ഹാട്രിക്കുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് എത്താൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കരീം ബെൻസിമയെ മറികടന്നുകൊണ്ട് എംബപ്പെ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 5 ഹാട്രിക്കുകളാണ് എംബപ്പെ സ്വന്തമാക്കിയിട്ടുള്ളത്. 4 ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ ബെൻസിമയാണ് അദ്ദേഹത്തിന് പിറകിലുള്ളത്. കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള താരമാണ് കിലിയൻ എംബപ്പെ. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവരുടെ 1-ാം സ്ഥാനം ഇപ്പോൾ ഭീഷണിയിലാണ്. 3 ഹാട്രിക്കുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ഇവർക്കൊപ്പം എത്താൻ എംബപ്പയ്ക്ക് കഴിയും. 4-മതൊരു ഹാട്രിക് കൂടി നേടിയാൽ ഈ 1-ാം സ്ഥാനം അദ്ദേഹം സ്വന്തമാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ കണക്ക് കിലിയൻ എംബപ്പെ തകർക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യതകൾ കാണുന്നത്. നിലവിൽ ഗംഭീര പ്രകടനമാണ് എംബപ്പെ ചാമ്പ്യൻസ് ലീഗിൽ പുറത്തെടുക്കുന്നത്. 5 മത്സരങ്ങൾ കളിച്ച താരം 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. നിലവിലെ ടോപ്പ് സ്കോറർ ആയിക്കൊണ്ട് തുടരുന്നത് എംബപ്പെ തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.